ഹലോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ മത്തിയുടെ കുറച്ചെടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി മേടിച്ച് ഇവിടെ പൊരിക്കുന്ന കാര്യം മസ്റ്റാണ്. അപ്പോൾ ഇത് പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി എന്ന് പറയും കേട്ടോ. പക്ഷേ എന്നാലും എനിക്കൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലാവരും പറയും ഈ മസാല മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതേ മസാലയൊക്കെ തേച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മത്തി എടുത്ത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറിവേപ്പില ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് അതിൻ്റെ ആ ഒരു സംഭവം എല്ലാം സത്തെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടോ. ഇനിയാണ് മെയിനായിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മത്തി പൊരിച്ചില്ലേ ആ എണ്ണയിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ പരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, അപ്പോൾ പരിയും കുടലും കൂടെ എടുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ ഇട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കാതെ ഇത് ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബിരിയാണി ചോറൊക്കെ ഇല്ലേ, നെയ്ച്ചോറ്, അതിനൊക്കെ ഭയങ്കര ടേസ്റ്റോടായിട്ടാണ് ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ ഇളക്കിൽ അങ്ങോട്ട് നിർത്തിയിട്ട് ആ ഒരു ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മത്തി ഫ്രൈയും കൂടെ എടുത്തിട്ടുണ്ട്. എനിക്ക് മത്തി ഫ്രൈനേക്കാളും കൂടുതൽ ഇഷ്ടം അതിൻ്റെ ആ മത്തി പൊരിച്ച തലയില്ല, മണ്ടഭാഗം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് പരുവൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള ഇതായിട്ടാണ് കേട്ടോ. പിന്നെയും നമുക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം മത്തിക്കഥ ഇതോടെ തീർന്നു കേട്ടോ. ഇന്നത്തെ വിശേഷം എത്ര ബൈ.